തേർഡ് മോഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫങ്ഷൻസ്. ഓക്കെ, എന്താണ് ഫങ്ഷൻസ് നമുക്ക് നോക്കാം. ഫങ്ഷൻ ഈസ് എ നെയിംഡ് പാർട്ട് ഓഫ് എ പ്രോഗ്രാം ദാറ്റ് ക്യാൻ ബി ഇൻവോക്ക് ഫ്രം അതർ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം. അപ്പോൾ ഫങ്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു പ്രോഗ്രാമിനകത്ത് ഒരു നെയിംഡ് പാർട്ട്, നമ്മളായി കൊടുക്കുന്ന ഒരു പേരിലുള്ള ഒരു കാര്യമാണ് ഈ ഫങ്ഷൻ എന്ന് പറയുന്നത്. അത് പ്രോഗ്രാമിൻ്റെ മറ്റേതൊരു ഭാഗത്ത് നിന്നും നമുക്ക് ആ ഒരു ഫങ്ഷനെ നമുക്ക് കോൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഫങ്ഷൻ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ ഫങ്ഷൻ എന്ന് പറയുക. ഓക്കെ, ഇപ്പോൾ എനിക്ക് അഡീഷൻ ചെയ്യണം, ഒരു പ്രോഗ്രാം, ഞാൻ ഒരു കാൽക്കുലേറ്ററിൻ്റെ പ്രോഗ്രാമാണ് ചെയ്യണമെന്ന് വിചാരിക്കാം. എനിക്ക് അഡീഷൻ ചെയ്യണം, സബ്ട്രാക്ഷൻ ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ അഡീഷനെ ഒരു ഫങ്ഷനായിട്ട് ഡിക്ലെയർ ചെയ്തു, സബ്ട്രാക്ഷന് മറ്റൊരു ഫങ്ഷനായിട്ട്. അങ്ങനെ എനിക്ക് ആ ഒരു സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഞാൻ കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് എനിക്ക് സബ്ട്രാക്ഷൻ്റെ ആൻസർ മാത്രമായിരിക്കണം എനിക്ക് കിട്ടേണ്ടത്. മനസ്സിലായോ? അതുപോലെ അഡീഷൻ കൊടുക്കുകയെന്ന് വെച്ചാൽ അഡീഷൻ മാത്രമായിരിക്കണം കിട്ടേണ്ടത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പെർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യത്തെയാണ് നമ്മൾ ഫങ്ഷൻ എന്ന് പറയുക. ഓക്കെ, അതായത് ഫങ്ഷൻ ഈസ് എ സെൽഫ് കണ്ടെയ്ൻഡ് ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് പെർഫോംസ് എ കൊഹറന്റ് ടാസ്ക് ഓഫ് സം കൈൻഡ്. അതാണ് ഈ പെർട്ടിക്കുലർ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കണം എന്നുകൊണ്ട് ഉദ്ദേശിക്കണം. എവറി സി പ്രോഗ്രാം ക്യാൻ ബി തോട്ട് ഓഫ് എസ് എ കളക്ഷൻ ഓഫ് ദീസ് ഫങ്ഷൻസ്. അപ്പോൾ സി പ്രോഗ്രാമിൽ പല തരത്തിലുള്ള ഫങ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫങ്ഷൻസ് പ്രധാനമായിട്ട് നമ്മൾ 2 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2 രീതിയിൽ. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ലൈബ്രറി ഫങ്ഷൻസ്. ലൈബ്രറി ഫങ്ഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നേരത്തെ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ ലൈബ്രറി ഫങ്ഷൻസ്. ഓക്കെ, ഈ ലൈബ്രറി ഫങ്ഷൻസ് നമുക്കായിട്ട് എഴുതണ്ട. ഫോർ എക്സാമ്പിൾ നമുക്ക് പ്രിൻ്റ് എഫ്, സ്കാൻ എഫ്, സ്ക്വയർ റൂട്ട്, കോഴ്സ്, സ്ട്രിങ് ക്യാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ഫങ്ഷൻസ് നമ്മൾ പ്രീവിയസ് പ്രോഗ്രാമിലൊക്കെ പഠിച്ചിട്ടില്ലേ. ഇതെല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ കമ്പൈലർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ കമ്പനി തന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ലൈബ്രറി ഫങ്ഷൻസ് അതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായിരിക്കും, ഈസി ആയിരിക്കും. നമുക്ക് ആ പ്രോഗ്രാംസിനെ ജസ്റ്റ് നമ്മുടെ പ്രോഗ്രാമിലോട്ട് ഒന്ന് എഴുതിയാൽ മാത്രം മതി. അത് ഡയറക്റ്റായിട്ട് അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളും, ഇപ്പോൾ പ്രിൻ്റ് എഫ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് ചെയ്യണം എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അതിനകത്ത് നേരത്തെ പ്രീ ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നേരത്തെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് കോൾ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലുള്ളതിനെ നമ്മൾ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയും. നമ്മൾ തന്നെ നേരത്തെ കൊടുക്കുന്നതിന് നമ്മൾ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയും. ഓൾമോസ്റ്റ് മിക്ക ലാംഗ്വേജുകളിലും സിമിലർ ആയിട്ടുള്ള ഫങ്ഷൻസ് തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, അതിൻ്റെ പ്രൊസീജിയർ ഓഫ് കോളിംഗ് ഫങ്ഷൻസും ഈ ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന പ്രൊസീജിയറും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഓക്കെ, അപ്പോൾ പ്രീ ഡിഫൈൻഡ് ഫങ്ഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. ഇത് യൂസർ ഡിഫൈൻ എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ എന്തായിരിക്കും, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന, അതായത് യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഫങ്ഷനെയാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയാം. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴാണോ ആ പെർട്ടിക്കുലർ പ്രോഗ്രാം ആവശ്യമുള്ളത്, ഓക്കെ, ആ പെർട്ടിക്കുലർ പ്രോഗ്രാമിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഫങ്ഷൻ ആവശ്യമുണ്ട്. ഓക്കെ, പ്രീ ഡിഫൈൻഡ് ആയിട്ടില്ല, നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു പോയിന്റ് വരുമ്പോഴാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് യൂസ് ചെയ്യുക. അതിനൊരു എക്സാമ്പിളാണ് മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ഫങ്ഷൻസ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ മെയിനെ കോൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമിനെയൊക്കെ സെറ്റ് ചെയ്യണം. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫങ്ഷൻ്റെ പാർട്സ് കേട്ടോ. ഫങ്ഷൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 പാർട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഫങ്ഷൻ ഡിക്ലറേഷൻ, ദെൻ ഫങ്ഷൻ കോൾ, ദെൻ ഫങ്ഷൻ ഡെഫിനീഷൻസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫങ്ഷൻ ഡിക്ലറേഷൻ എന്നുള്ളത് നോക്കാം. ഫങ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇതിൻ്റെ സിൻടാക്സ് ഫസ്റ്റ് പഠിക്കാം. ടൈപ്പ്, ഫങ്ഷൻ നെയിം, ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്, സെമി കോളൻ ഇടുക. ഓക്കെ, ഇതാണ് നമ്മളൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്. ഫസ്റ്റ് ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യുക. ഓക്കെ, ടൈപ്പ് എന്ന് പറയുന്നത് അത് ഇൻറ്റിജർ ആണോ ഫ്ലോട്ട് ആണോ എന്നുള്ള കാര്യങ്ങൾ. ഫങ്ഷൻ നെയിം എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തു. ഞാനിപ്പോൾ ഇവിടെ അഡീഷൻ ആണ് കൊടുക്കുന്നത് വിചാരിക്കാം, ആഡ് എന്ന് പറഞ്ഞ് കൊടുത്തു, ബ്രാക്കറ്റ്. പിന്നെ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്. ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫങ്ഷനിലൂടെ പാസ് ചെയ്ത് നമുക്ക് നമ്പേഴ്സോ അല്ലെങ്കിൽ എന്താണോ നമുക്ക് ആ ഫങ്ഷനിലൂടെ പെർഫോം ചെയ്യേണ്ടതിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്മൾ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇതിനെ പാരാമീറ്റർ ലിസ്റ്റ് എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം ഒരു സെമി കോളൻ കൊടുക്കണം, അത് മറക്കരുത്. ഇതാണ് ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫങ്ഷൻ കോൾ ചെയ്യുക. അപ്പോൾ ഞാനൊരു ഫങ്ഷനെ ഡിക്ലെയർ ചെയ്തു കേട്ടോ. ഇനി ഈ ഫങ്ഷൻ വർക്ക് ചെയ്യാൻ വേണമെങ്കിൽ എനിക്കതിനെ ഒന്ന് ഇൻവോക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് കോൾ ചെയ്യണം. അപ്പോൾ കോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറയും അതേ പേര്, ഞാൻ എന്താണോ കൊടുത്തത് അതേ പേര് യൂസ് ചെയ്യുക. അവിടെ നമ്മൾ ടൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മൾ ഡിക്ലറേഷൻ പാർട്ടിൽ ടൈപ്പ് നമ്മൾ എന്താണെന്ന് അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫങ്ഷൻ്റെ നെയിം കൊടുക്കുക.
അപ്പോൾ ഞാൻ മുകളിൽ ആഡ് ആണ് കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സിൻടാക്സിൽ നോക്കിയാൽ ഫംഗ്ഷൻ നെയിം ആർഗ്യുമെന്റ് ലിസ്റ്റ് സെയിം സാധനം ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ടൈപ്പ് എന്ന് മാത്രം മാറ്റിയതിന് ശേഷം ഫംഗ്ഷൻ നെയിം കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സെമിക്കോളൻ കൊടുക്കുക. ആർഗ്യുമെന്റ് ലിസ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം, ഇല്ല. ഓക്കെ, സെമിക്കോളൻ കൊടുക്കുക. ഇതാണ് എൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു, ഫംഗ്ഷൻ കോൾ ചെയ്തു. ദെൻ തേർഡ് സ്റ്റെപ്പ് ഈസ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഇൻഫോർമേഷൻ്റെ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ള പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഫംഗ്ഷൻ ഡെഫിനേഷനകത്താണ് കൊടുക്കുന്നത്. ഫംഗ്ഷൻ ഡെഫിനേഷൻ കൊടുക്കുന്ന സമയത്തുള്ള സിൻടാക്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഫസ്റ്റ് ചെയ്തില്ലേ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെന്റ് ലിസ്റ്റ്, ഫംഗ്ഷൻ ഡിക്ലറേഷൻ സമയത്ത് അതേ കാര്യം ഇവിടെ റിപ്പീറ്റ് ചെയ്ത് എഴുതുക. ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെന്റ് ലിസ്റ്റ് കൊടുക്കുക. പക്ഷേ ഫംഗ്ഷൻ ഡെഫിനേഷൻ ചെയ്യുന്ന സമയത്ത് സെമി കോളൻ കൊടുക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ശ്രദ്ധിക്കണേ. എന്നാൽ മാത്രമേ ഇത് ഡെഫിനേഷനായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ സെമി കോളന് അത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് വരുമ്പോൾ അതേ പേര് കൊടുത്തതിന് ശേഷം സെമി കോളൻ കൊടുക്കരുത്. ദെൻ ബ്രേസസ് ഓപ്പൺ ചെയ്യാം. ഇവിടെയാണ് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പ്രിന്റ് ചെയ്യണോ, അത് എക്സിക്യൂട്ട് ചെയ്യണോ, അത് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്ന മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഇതിനകത്താണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ബ്രേസസ് ഓപ്പൺ ചെയ്യാം. ബ്രേസസ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം നമ്മൾ ലോക്കൽ വേരിയബിൾ ഡിക്ലറേഷൻസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ലോക്കൽ വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിലൊക്കെ നമ്മൾ കൊടുക്കത്തില്ലേ, ഇൻഡ് ABC അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദെൻ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ് അത് എന്ത് പ്രിന്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ് എന്നുകൊണ്ട് പറയുന്നത്. ഓക്കെ, ദെൻ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക, ബ്രേസസ് ക്ലോസ് ചെയ്യുക. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ്റെ കാര്യങ്ങൾ. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ദെൻ ഫംഗ്ഷനെ കോൾ ചെയ്യണം, അതിനുശേഷം ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് ഒരു ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്തത് നമുക്കിതിൻ്റെ ഒരു പ്രോഗ്രാം നോക്കാം. അപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ കൂടി പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഈ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, പാരാമീറ്റർ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഫംഗ്ഷൻ ഹെഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ദ സ്റ്റേറ്റ്മെന്റ് വിത്തിൻ ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രേസസ് ആർ കാൾഡ് ദ ഫംഗ്ഷൻ ബോഡി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഉണ്ടല്ലോ, ഈ ഫംഗ്ഷൻ ടൈപ്പ് കഴിഞ്ഞ ശേഷം ഈ ബ്രേസസ്, ലോക്കൽ വേരിയബിൾ ഡിക്ലറേഷൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു ഭാഗം, ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ നമ്മൾ ഫംഗ്ഷൻ ബോഡി എന്നാണ് വിളിക്കുക. ദെൻ സെമികോളൻ ഈസ് നോട്ട് യൂസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫംഗ്ഷൻ ഹെഡർ. അപ്പോൾ ഈ ഒരു സിൻടാക്സ് നോക്കിയാൽ ഇവിടെ നമ്മൾ സെമികോളൻ യൂസ് ചെയ്യുന്നില്ല. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഫംഗ്ഷൻ ഡെഫിനേഷനകത്ത് നമ്മൾ സെമികോളൻസ് യൂസ് ചെയ്യാറില്ല. ഓക്കെ, എ ഫംഗ്ഷൻ മസ്റ്റ് ബി ഡിക്ലെയർ ബിഫോർ ദ മെയിൻ ഫംഗ്ഷൻ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. എപ്പോഴും ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫംഗ്ഷൻ നമ്മൾ തുടക്കം ഉണ്ടല്ലോ, ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന കേസിൽ നമ്മൾ എപ്പോഴും മെയിൻ ഫംഗ്ഷൻ്റെ മുകളിലായിട്ട് വേണം ഇത് എഴുതാൻ. ഓക്കെ, ഇനി ഫംഗ്ഷൻ കോളിംഗ് ആണ് നമ്മൾ എഴുതണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിത്തിൻ ദ മെയിൻ ഫംഗ്ഷൻ. അപ്പോൾ മെയിൻ ഫംഗ്ഷന് അകത്തായിരിക്കണം ഫംഗ്ഷൻ കോളിംഗ് എഴുതേണ്ടത്. ഓക്കെ, പാരാമീറ്ററിനെ ആർഗ്യുമെന്റ്സ് എന്നും പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ സെമി കോളൻ എവിടെയാണ് ഇടേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. ദെൻ ഫംഗ്ഷൻ എപ്പോഴും മെയിൻ ഫംഗ്ഷന് മുകളിലായിട്ട് വേണം അത് ഡിക്ലെയർ ചെയ്യാൻ. അത് ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സ്റ്റെപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെയിൻ ഫംഗ്ഷനെ അകത്തായിട്ട് എഴുതണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ ഫംഗ്ഷൻ ഡെഫിനേഷൻ അത് കഴിഞ്ഞിട്ട് കേട്ടോ. ഇതൊരു സാമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇത് കണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ ഹാഷ് ഇൻക്ലൂഡ് stdio.h. ഓക്കെ, ഹാഷ് ഇൻക്ലൂഡ് conio.h. ദെൻ void main നമ്മൾ ഫസ്റ്റ് പഠിച്ചു അല്ലേ, നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, എന്ത് ടൈപ്പ് ആണെന്നുള്ളത് കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഫംഗ്ഷൻ ഒരു പേര് കൊടുക്കണം, ദെൻ സെമി കോളൻ കൊടുക്കണം. ആദ്യത്തെ സ്റ്റെപ്പിൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ. അപ്പോൾ ഇത് void മെയിൻ്റെ മുകളിലായിട്ട് വേണം ഇത് കൊടുക്കാൻ. ഈ ഒരു ഭാഗമാണ് നമ്മൾ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയും. അപ്പോൾ void മെസ്സേജ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സെമി കോളൻ കൊടുക്കുക. ഇവിടെ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇനി നമ്മൾ ആസ് യൂഷ്വൽ നമുക്കൊരു പ്രോഗ്രാം വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, തീർച്ചയായിട്ടും മെയിൻ വേണം. അപ്പം നമ്മളിവിടെ void മെയിൻ എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, void മെയിൻ പറഞ്ഞു കൊടുത്തു, ബ്രേസസ് ഓപ്പൺ ചെയ്തു. ബ്രേസസ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് എന്താ, ഫംഗ്ഷനെ കോൾ ചെയ്യണം അല്ലേ. ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന പറഞ്ഞാൽ ഫംഗ്ഷൻ ഒന്ന് ഇൻവോക്ക് ചെയ്യണം. ഒരു ഫംഗ്ഷൻ കോൾ വന്നിട്ടുണ്ട്, അപ്പോൾ ആ ഫംഗ്ഷൻ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം. അതിനാണ് നമ്മൾ ഫംഗ്ഷൻ കോൾ. ദെൻ അതിനകത്ത് നമ്മൾ എന്ത് കൊടുക്കണം, ഫംഗ്ഷൻ എന്താണോ മുകളിൽ പേര് കൊടുത്തത് അതേ പേര് ഇവിടെ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മെസ്സേജ് എന്നല്ലേ കൊടുത്തിരിക്കുന്നത്, ആ മെസ്സേജ് തന്നെ കൊടുക്കുക. ബട്ട് ഇവിടെ നമുക്ക് ഡാറ്റ ടൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. ചുമ്മാ ആ ഒരു ഫംഗ്ഷൻ്റെ പേര് മാത്രം കൊടുത്തിട്ട് ആ സെമി കോളനും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഫംഗ്ഷൻ കോൾ റെഡിയായി. ഓക്കെ, ഇതിനകത്ത് ഇവർ എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഫംഗ്ഷൻ കോൾ കിട്ടിയ ഉടനെ തന്നെ ഇതിനകത്ത് പ്രിന്റ് ഓഫ് ഹായ് ഇറ്റ്സ് മൺഡേ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, സാധാരണ ഒരു പ്രിന്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കൊടുത്തു. ദെൻ സെമി കോളൻ കൊടുത്തു,
ആ ഫംഗ്ഷൻ നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗെറ്റ് സി എച്ച് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഇത് കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ ഇവിടത്തോടു കൂടി സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ഗെറ്റ് സി എച്ച് അത് പറഞ്ഞിട്ട് ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സെമിക്കോളൻ കൊടുത്ത് ഈ ബ്രേസസ് ഞാൻ ക്ലോസ് ചെയ്തു. അപ്പോൾ വോയിഡ് മെയിനകത്ത് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വോയിഡ് മെയിനകത്ത് അത്രയും ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് വോയിഡ് മെസ്സേജ്. ഓക്കെ, അപ്പോൾ ഇത്രയും വോയിഡ് മെയിൻ ഞാൻ ക്ലോസ് ചെയ്ത് ഇനിയാണ് യഥാർത്ഥത്തിലുള്ള ഫംഗ്ഷൻ ഡെഫിനീഷൻ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ ഡെഫിനേഷൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ മുൻപ് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഫംഗ്ഷൻ ഡെഫിനേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും സെമി കോളൻ കൊടുക്കരുത്. ബാക്കി 2 കേസിൽ നിങ്ങൾ സെമി കോളൻ കൊടുത്താൽ ലാസ്റ്റ് കേസിൽ സെമി കോളൻ കൊടുക്കരുത്. അപ്പോൾ നമ്മൾ ചുമ്മാ എന്താണ് ഫസ്റ്റ് എന്താണോ എഴുതിയിരിക്കുന്നത് അത് തന്നെ ഇതിനകത്തും യൂസ് ചെയ്യുക. അപ്പോൾ വോയിഡ് മെസ്സേജ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ വോയിഡ് മെസ്സേജ് എന്ന് പറഞ്ഞ് കൊടുത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇവിടെ സെമി കോളൻ ഇല്ല. സെമി കോളൻ ഇല്ലെങ്കിൽ മാത്രമാണ് അതൊരു ഫംഗ്ഷനായിട്ട് അത് കൺസിഡർ ചെയ്യില്ല, ഫംഗ്ഷൻ ഡെഫിനേഷനായിട്ട് അത് കൺസിഡർ ചെയ്യത്തുള്ളൂ. ഇനി നമ്മൾ മുൻപ് എന്ത് പറഞ്ഞിട്ടുണ്ട്? അതിന് വേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ബ്രേസസ് ഓപ്പൺ ചെയ്തു. ഇത് പ്രിൻ്റ് ഹായ് ഇറ്റ്സ് ട്യൂസ്ഡേ എന്ന് പറഞ്ഞിട്ടാണ് എനിക്കിത് പ്രിൻ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് ഞാൻ സെമി കോളൻ കൊടുത്തു, ബ്രേസസ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ ഒരു സാമ്പിൾ പ്രോഗ്രാം നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഔട്ട്പുട്ട് നോക്കിക്കേ. ഇതിനകത്ത് ഫസ്റ്റ് ഞാൻ ഇത് റൺ ചെയ്തു. അപ്പോൾ എനിക്ക് ആദ്യം നോർമലി നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് ഹായ് ഇറ്റ്സ് മൺഡേ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ നമുക്ക് പ്രിൻ്റ് ചെയ്ത് വരേണ്ടത്. പക്ഷേ ഇവിടെ ഞാൻ റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആദ്യം വന്നിരിക്കുന്നത് ഹായ് ഇറ്റ്സ് ട്യൂസ്ഡേ എന്ന് പറഞ്ഞിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇതിലോട്ട് വന്നിരിക്കുന്നത്. ഹായ് ഇറ്റ്സ് മൺഡേ എന്ന് പറയുന്നത് രണ്ടാമതായിട്ടാണ് എനിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ ഞാൻ എന്നും പറയാറുള്ള ഒരേ ഒരു കാര്യമാണ്, നമ്മൾ എപ്പോഴും വോയിഡ് മെയിൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ. ഈ വോയിഡ് മെയിനിൽ നിന്നായിരിക്കും എപ്പോഴും ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ട്സ് വിത്ത് വോയിഡ് മെയിൻ. വോയിഡ് മെയിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് ഓപ്പൺ കണ്ടു, ഇത് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തപ്പോൾ ഇതിനകത്ത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കാണുന്നത് മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ഫംഗ്ഷൻ കോളാണ്. ഒരു ഫംഗ്ഷൻ കോൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഫംഗ്ഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ആദ്യത്തെ വോയിഡ് മെയിനകത്ത് ആദ്യത്തെ സ്റ്റെപ്പ് എനിക്ക് ഇതാണ്. അപ്പോൾ മെസ്സേജ് ഈ ഒരു സെമി കോളൻ കൊടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷനെ ഞാൻ കോൾ ചെയ്തു. ആ കോൾ നേരെ എവിടേക്കാണ് കണക്റ്റ് ആവണമെന്ന് അറിയോ? ആ കോൾ നേരെ ഫംഗ്ഷൻ കോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പോയി ചെക്ക് ചെയ്യും എവിടെയെങ്കിലും ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഇതിൻ്റെ കോൾ നേരെ പോകുന്നത് ഫംഗ്ഷൻ ഡെഫിനേഷൻ പാർട്ടിലായിരിക്കും. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത്, അപ്പോൾ ഞാൻ ഇവിടെ കണ്ടു മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കണ്ടു. മെസ്സേജിനകത്ത് എന്താണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്? ഹായ് ഇറ്റ്സ് ട്യൂസ്ഡേ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ ഇതായിരിക്കും പ്രിൻ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞ ശേഷം ഇത് വീണ്ടും എന്ത് ചോദിച്ചാൽ ഇത് നേരെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോകും. ഓക്കെ, ഇത് ഇങ്ങോട്ട് പോയതിന് ശേഷം നമുക്ക് എന്ത് വേണം? വോയിഡിനകത്ത് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ പാർട്ടുണ്ട്. ഫംഗ്ഷൻ ഡിക്ലറേഷൻ പാർട്ട് വരുന്ന സമയത്ത് അത് വീണ്ടും വോയിഡ് മെയിനിൽ പോയി ചെക്ക് ചെയ്യും. വോയിഡ് മെയിനിൽ പോയി ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ മെസ്സേജ് ഓൾറെഡി കോൾ ഇൻവോക്ക് ചെയ്തത് കൊണ്ട് നമ്മൾ വീണ്ടും അതോട്ട് പോവില്ല. അത് പെർഫോം ചെയ്തതിന് ശേഷമായിരിക്കും ഈ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള പ്രിൻ്റ് അപ്പ് ഹായ് ഇറ്റ്സ് മൺഡേ എന്ന് പറഞ്ഞ സാധനം ഇവിടെ പ്രിൻ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഫസ്റ്റ് എപ്പോഴും വർക്ക് ചെയ്യുക ഫംഗ്ഷൻ കോളായിരിക്കും നമുക്ക് ഫസ്റ്റ് വർക്ക് ചെയ്യുക. ഓക്കെ, ഫംഗ്ഷൻ കോൾ വർക്ക് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഇൻവോക്ക് ചെയ്താൽ ഇതിൻ്റെ കൺട്രോൾ നേരെ ഇങ്ങോട്ടായിരിക്കും. ഇത് പെർഫോം ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും വോയിഡ് മെയിൻ്റെ അടുത്ത ലൈൻ ഇത് പെർഫോം ചെയ്യുക. ഈ ഒരു കാര്യം എല്ലാ പ്രോഗ്രാമിലും ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അത് പറയുന്നുണ്ട് ഹിയർ മെയിൻ ഇറ്റ്സെൽഫ് ഈസ് എ ഫംഗ്ഷൻ ത്രൂ ഇറ്റ് വി കോളിംഗ് ദ ഫംഗ്ഷൻ മെസ്സേജ്. അപ്പോൾ നമുക്കറിയാം മെയിൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ തന്നെയാണ്. നമ്മൾ അത് യൂസ് ചെയ്തിട്ടാണ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. ദ മെയിൻ ബിക്കെയിംസ് ദ കോളിംഗ് ഫംഗ്ഷൻ വെറസ് മെസ്സേജ് ബിക്കെയിംസ് ദ കോൾഡ് ഫംഗ്ഷൻസ്. അപ്പം മെയിൻ എന്ന് പറയുന്നത് കോളിംഗ് ഫംഗ്ഷനായിട്ട് അവിടെ ആക്ട് ചെയ്യും, മെസ്സേജ് എന്ന് പറയുന്നത് കോൾഡ് ഫംഗ്ഷനായിട്ട് ആക്ട് ചെയ്യും. ഇതൊക്കെ അതിൻ്റെ ടെക്നിക്കൽ ടേംസ് ആണ്. എനി സി പ്രോഗ്രാംസ് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് വൺ ഫംഗ്ഷൻ. അത് നമുക്കറിയാം, അറ്റ്ലീസ്റ്റ് ഒരു ഫംഗ്ഷൻ എങ്കിലും ഒരു സി പ്രോഗ്രാമിനകത്ത് വേണം. If a program contains only one function, it must be main. Main ആയിരിക്കും. ഇപ്പോൾ ഒരു പ്രോഗ്രാമിൽ വേറെ ഫംഗ്ഷൻസ് ഒന്നുമില്ല, ഒരേ ഒരു ഫംഗ്ഷൻ മാത്രമേ ഉണ്ടെന്ന് വെച്ചാൽ അത് മെയിൻ ഫംഗ്ഷൻ ആയിരിക്കും. If the C program contains more than one function, then one and only one of these function must be main because the program execution always begins with the main function. അപ്പോൾ ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട്, പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും മെയിൻ ഫംഗ്ഷൻ ആയിട്ടായിരിക്കും ഉണ്ടാവുക. There is no limit on the number of function that might be present in the സി പ്രോഗ്രാം. അപ്പോൾ സി പ്രോഗ്രാമിനകത്ത് യാതൊരു വിധത്തിലുള്ള ലിമിറ്റും ഇല്ല എത്ര ഫംഗ്ഷൻസ് വേണം എന്നുള്ള കാര്യത്തിൽ. ഈച്ച് ഫംഗ്ഷൻസ് ഇൻ ദ പ്രോഗ്രാം ഈസ് കോൾഡ് ഇൻ ദ സീക്വൻസ് സ്പെസിഫൈഡ് ബൈ ദ ഫംഗ്ഷൻ കോൾസ് മെയിൻ.
അപ്പോൾ ഓരോ ഫംഗ്ഷനിൻ്റെ പ്രോഗ്രാം, ആ പ്രോഗ്രാമിനെ കോൾ ചെയ്യുന്നത് എന്താണ്, മെയിൻ ഫംഗ്ഷൻ്റെ സീക്വൻസിനനുസരിച്ചിട്ടായിരിക്കും ഇത് കോൾ ചെയ്ത് പോവുക. അപ്പോൾ മെയിൻ ഫംഗ്ഷനകത്ത് ഡിക്ലെയർ ചെയ്യുന്ന ആ ഫംഗ്ഷൻ കോൾസുകൾ ഉണ്ടാവുമല്ലോ, അത് എത്ര എണ്ണം ഉണ്ടെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ കോളും കാര്യങ്ങളും ഫംഗ്ഷനും വർക്കിംഗ് ഒക്കെ നടക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. ദെൻ ആഫ്റ്റർ ഈച്ച് ഫംഗ്ഷൻ ഡൺ ഇറ്റ്സ് തിങ് കൺട്രോൾ റിട്ടേൺസ് ടു മെയിൻ. അപ്പോൾ ഓരോ ഫംഗ്ഷനും കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇത് മെയിൻ ഫംഗ്ഷനിലോട്ട് ഇത് തിരിച്ച് വന്നുകൊണ്ടിരിക്കും. ഓരോ ഫംഗ്ഷനും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ആ ട്യൂസ്ഡേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രിന്റ് ചെയ്യുന്ന കേസിൽ, അപ്പോൾ ആദ്യം അത് കഴിഞ്ഞതിന് ശേഷം അത് വീണ്ടും മെയിനിലോട്ട് അത് റിട്ടേൺ വരും. വെൻ ദ മെയിൻ റൺസ് ഔട്ട് ഓഫ് ഫംഗ്ഷൻ കോൾസ് ദ പ്രോഗ്രാം എൻഡ്സ്. അപ്പം ആ ഫംഗ്ഷൻ കോൾസ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഗ്രാം എൻഡ് ചെയ്തു എന്നുള്ളത്. അതാണ് നമ്മൾ ഗെറ്റ് സി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻഡ് ചെയ്തു എന്ന് പറഞ്ഞത്. ദ സി പ്രോഗ്രാം ഈസ് എ കളക്ഷൻ ഓഫ് one or more functions. The function gets called when the function name is followed by the semicolon. എപ്പോഴാണ് കോൾ ചെയ്യുന്നത്, സെമികോളൻ വരുന്ന സമയത്ത് മാത്രമാണ് അവിടെ ഫംഗ്ഷൻ കോൾ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കുക. A function call itself, such a process is called a recursion. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ കോൾ ചെയ്യണമെന്ന് വിചാരിക്കാം, മറ്റു കാര്യങ്ങളൊന്നുമില്ല, അതേ ഫംഗ്ഷനെ കോൾ ചെയ്യുക, ഇപ്പോൾ ലൂപ്പൊക്കെ പോലെ, അതിൻ്റെ പേരാണ് റിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരേ സാധനം റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ റിക്കേഷൻ എന്ന് പറയാം. ഫംഗ്ഷൻ ക്യാൻ ബി കോൾ ഫ്രം അനദർ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ വേറൊരു ഫംഗ്ഷനിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പറ്റും. ബട്ട് എ ഫംഗ്ഷൻ കനോട്ട് ബി ഡിഫൈൻഡ് ഇൻ അനദർ ഫംഗ്ഷൻ. പക്ഷേ ഫംഗ്ഷൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം മറ്റൊരു ഫംഗ്ഷൻ തീരുമാനിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മറ്റൊരു ഫംഗ്ഷനകത്ത് പോയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻസിൻ്റെ കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് ഫംഗ്ഷൻ നമുക്കറിയാം. കോഡ് റീയൂസബിലിറ്റി. നമുക്കൊരു ഫംഗ്ഷൻ എവിടെയെങ്കിലും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോഡിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് റീറൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ആ ഫംഗ്ഷൻ്റെ പേര് മാത്രം വിളിച്ചിട്ട് നമ്മുടെ പ്രോഗ്രാമിൻ്റെ മറ്റൊരു ഭാഗത്ത് പോയിട്ട് നമുക്കത് റൺ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ മോഡുലാരിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ പ്രോഗ്രാമിനെയൊക്കെ ചെറിയ ചെറിയ പാർട്സുകളായിട്ട് നമുക്ക് റൺ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് മോഡുലാരിറ്റി. കോഡ് ഈസ് ഡിവൈഡഡ് ഇൻടു സ്മോളർ ആൻഡ് മാനേജബിൾ ബ്ലോക്സ്. അതായത് ഫംഗ്ഷൻ ഇപ്പോൾ ആഡിന് ഒരു ഫംഗ്ഷനായിട്ട് ക്രിയേറ്റ് ചെയ്തു, സബ്ട്രാക്ഷന് ഞാൻ മറ്റൊരു ഫംഗ്ഷൻ, ഡിവിഷൻ മറ്റൊരു ഫംഗ്ഷൻ, അങ്ങനെ നമുക്ക് പല മോഡ്യൂൾസ് ആയിട്ട് നമുക്ക് ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈസ് ഓഫ് ഡീബഗിങ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് തന്നെ അതിൻ്റെ എറേഴ്സും മറ്റുമൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ബെറ്റർ റീഡബിലിറ്റി. അപ്പോൾ ഫംഗ്ഷൻസ് എന്താണ്, നമുക്ക് ആ പേര് കാണുമ്പോൾ തന്നെ അത് എന്തിനാണെന്നുള്ളതൊക്കെ നമുക്ക് തന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അത് വളരെ നല്ലൊരു അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം.